ഭടന്മാർ പോയ പാടെ ആ കുഞ്ഞുങ്ങൾ തങ്ങളുടെ യഥാർത്ഥ രൂപം കൈക്കൊണ്ടു. രണ്ടുപേരും രണ്ട് രക്തരക്ഷസുകളായി മാറി. അങ്ങനെ അവർ അവിടെ ഒരു പനമരത്തിൽ വസിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ അമ്പി എന്ന ദുഷ്ടൻ ഒരു വണികന്റെ മകനായി പുനർജനിച്ചു. ആനന്ദൻ എന്നായിരുന്നു പേര്. മുൻ ജന്മത്തിലെ പോലെ തന്നെ സ്ത്രീലംഭടനായിരുന്നു അയാൾ. ഒരിക്കലൊരു വ്യാപാരത്തിനായി മറ്റൊരു നാട്ടിലേക്ക് കാൽനടയായി കള്ളിയാങ്കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആനന്ദൻ. വഴിമത്തിയെ ദീർഘനാളുകളായി കാത്തിരുന്ന നീലിയുടെ മുന്നിൽ വന്നുപെട്ടു. നീലി ആനന്ദനെ വശീകരിക്കാനായി ഒരു സുന്ദരീ രൂപം കൈക്കൊണ്ട് ആനന്ദന് മുന്നിലെത്തി. സ്ത്രീകളെ കണ്ടാൽ മയങ്ങിപ്പോകുന്ന ആനന്ദൻ നീലിയുടെ വശ്യ സൗന്ദര്യത്തിൽ വീണുപോയി. അവൾ തന്റെ അടവുകൾ ഓരോന്നായി എടുത്തു. തന്റെ വലയത്തിൽ ആനന്ദൻ വീണെന്ന് മനസ്സിലാക്കിയ അവൾ പറഞ്ഞു, താൻ കാട്ടിൽ അകപ്പെട്ടു പോയതാണെന്നും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ ഭയമാണെന്നും വീട് അടുത്താണെന്നും കൂടെ വരുവാണെങ്കിൽ അവിടെ ഇന്ന് വിശ്രമിച്ചിട്ട് നാളെ യാത്ര തുടരാം എന്നും പറഞ്ഞു. ആനന്ദനെയും കൂട്ടി ക്ഷണനേരത്തിൽ മായാശക്തിയാൽ നിർമ്മിച്ച തന്റെ വീട്ടിൽ ആനന്ദനെ എത്തിച്ചു. എന്നാൽ ആനന്ദന്റെ കയ്യിൽ ഒരു രക്ഷാകവചം ഉണ്ടായിരുന്നു. അത് ഊരി മാറ്റാൻ നീലി പറഞ്ഞു. ആനന്ദൻ അത് ഊരാൻ കൂട്ടാക്കിയില്ല. ഉടൻ തന്നെ അവൾ അല്ലിയുടെ വേഷത്തിലേക്ക് രൂപം മാറി. ആനന്ദന് ഒരു സ്വപ്നം പോലെ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മയിലെത്തി. അവൻ അലറി വിളിച്ചുകൊണ്ട് ഓടി. അവന്റെ അലർച്ച കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. അതേസമയം നീലി അവൾ അടുത്ത അടവ് പുറത്തിറക്കി. അവൾ ഒരു കൈക്കുഞ്ഞുമായി നാട്ടുകാരുടെ ഇടയിലേക്ക് ഓടിയെത്തി. അവൾ തന്റെ കയ്യിലുള്ള കുഞ്ഞിനെ ഒന്ന് നോക്കി. ഉടൻ തന്നെ ആ കുഞ്ഞ് ഓടി ആനന്ദന്റെ അടുക്കിലേക്ക് അച്ഛാ എന്ന് വിളിച്ചു ചെന്നു. ഉടൻ തന്നെ നീലി കരച്ചിലെന്ന അടുത്ത അടവ് പുറത്തിറക്കി. തന്നെയും കുഞ്ഞിനെയും ഇട്ടിട്ട് മറ്റൊരു സ്ത്രീക്കൊപ്പം നാടുവിടാൻ പോയ ഭർത്താവായി അവൾ നാട്ടുകാർക്ക് മുന്നിൽ ആനന്ദനെ ചിത്രീകരിച്ചു. നാട്ടുകാർ അത് വിശ്വസിച്ചു. നാട്ടുകാർ നിർബന്ധിച്ച് ആനന്ദനെ അവൾക്കൊപ്പം ആ വീട്ടിൽ ആ രാത്രി താമസിപ്പിച്ചു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ നാട്ടുകാർ കണ്ടത് ആ വീടിരുന്ന സ്ഥലത്ത് വെറും കള്ളിച്ചെടികളും അതിന്റെ ഇടയിൽ ആനന്ദന്റെ പല്ലും നഖങ്ങളും മാത്രമായിരുന്നു. നാട്ടുകാർക്ക് അപ്പോഴാണ് ആ വീടും അവളും എല്ലാം വെറും മായായിരുന്നു എന്ന് മനസ്സിലാകുന്നതും. അതോടെയാണ് ആ കള്ളിച്ചെടികൾക്കിടയിലുണ്ടായിരുന്ന നീലി എന്ന യക്ഷിയെപ്പറ്റി നാട്ടുകാർ അറിയുന്നത്. ഇതാണ് കള്ളിയാങ്കാട്ട് നീലിയുടെ കഥ. എന്നാൽ പലരും പല രൂപത്തിലും ഭാവത്തിലും ഈ കഥയെ മാറ്റപ്പെടുത്തി പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത് വെറും ഒരു കെട്ടുകഥയാണെന്നും അല്ലെന്നും പറയപ്പെടുന്നു. ചിലർ പറയുന്നു ഒരു മന്ത്രവാദിയെ നാട്ടുകാർ കൊണ്ടുവന്നെന്നും അയാൾ നീലന്റെ ആത്മാവിനെ തളച്ചു എന്നും നീലി ഇന്നും ആ കള്ളിയാങ്കാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്നും. മറ്റു ചിലർ പറയുന്നു കടമറ്റത്ത് കത്തിനാർ വന്ന് നീലിയെ തളച്ചു എന്ന്. നീലിയെ ഒരു ദേവിയായി ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കള്ളിയാങ്കാട് എന്ന സ്ഥലത്താണ് ആ ക്ഷേത്രം. എന്തൊക്കെയായാലും നമ്മുടെ കഥ ഇവിടെ നിർത്തുന്നു. അടുത്ത ഒരു കഥയുമായി ഉടൻ വരാം. ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.